ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് അദ്ദേഹത്തിൻ്റെ ദേഹാസ്വാസ്ഥ്യം. തിരുവനന്തപുരം സബ് ജയിലിലാണ് ഇന്നലെ രാത്രി അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. അദ്ദേഹത്തിന് SIT ഇന്നലെ വെളുപ്പിന് 4 മണിക്ക് SIT ഓഫീസിൽ വരാൻ പറഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് അദ്ദേഹത്തിനെ വലിയറ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ വെച്ചാണ് ചോദ്യം ചെയ്തത്. ഇന്നലെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് നടപ്പാക്കി മെഡിക്കൽ പരിശോധന നടത്തി. അതിനുശേഷം കോടതിയിൽ ഇന്നലെ ഹാജരാക്കി. അദ്ദേഹത്തിനെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. അടുത്ത 13-ാം തീയതി വരുന്ന 13-ാം തീയതി അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കും. അദ്ദേഹത്തിനെ സബ് ജയിലിൽ കൊണ്ടുവന്നതിന് മുമ്പ് പത്രക്കാരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനൊന്നും അറിയില്ല, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, ഇതിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം തനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ റിമാൻഡ് ആപ്ലിക്കേഷനിൽ IPC അല്ലെങ്കിൽ BNS ഒഫൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. മറ്റു പ്രതികൾക്ക് പറഞ്ഞ ചില ഒഫൻസുകളൊക്കെ പറഞ്ഞു പോയി. ഇദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്താണ് എന്ന് വ്യക്തതയില്ല. അദ്ദേഹത്തിൻ്റെ റിമാൻഡ് ആപ്ലിക്കേഷനിൽ താന്ത്രിക വിദ്യയിൽ വീഴ്ച വരുത്തിയെന്നും ആചാരലംഘനം നടത്തിയെന്നൊക്കെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. അത് കുറ്റകരമായ ഇന്ത്യൻ പീനൽ കോഡിൽ വരുന്നൊരു വകുപ്പല്ല, അതുപോലെ BNS വരുന്ന വകുപ്പല്ല. മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിനകത്ത് മനുഷ്യൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ഹേമദണ്ഡം അസുഖം ഉണ്ടാകുന്ന മതക്രിയ ഒഴിച്ച് ബാക്കി എന്ത് ചെയ്താലും ഏതാചാരം നടത്തിയാലും അതിലൊന്നും കോടതിക്കോ അതിലൊന്നും പോലീസിനോ ഇടപെടാൻ കഴിയില്ല. ഇത് ശബരിമലയിലെ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അവരൊക്കെ തന്നെ, ദേവസ്വം മന്ത്രിയൊക്കെ തന്നെ. ഈ തന്ത്രിക്ക് അവിടെ ഒരു റോളുമില്ല. അദ്ദേഹത്തിന് പൂജ നടത്തുക എന്ന് മാത്രം, അതിനപ്പുറത്തോട്ട് അഡ്മിനിസ്ട്രേറ്റീവായിട്ട് യാതൊരു ഫങ്ഷനുമില്ല. അദ്ദേഹം കൃത്യമായി ആ കാര്യം പറഞ്ഞു, തനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറയുന്നു. തന്ത്രിക്ക് ശബരിമലയിലുള്ള വരുമാനവും ശമ്പളവും അതോടൊപ്പം തന്നെ ഈ ഓരോ ശബരിമല സീസൺ കഴിഞ്ഞാൽ അദ്ദേഹം പല അമ്പലങ്ങളിലും ദക്ഷിണേന്ത്യയിലെ അടുത്ത് വിസിറ്റ് നടത്തി. അവിടെ നിന്നൊക്കെ ധാരാളം പണം അദ്ദേഹത്തിന് കിട്ടും. അതുകൊണ്ട് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയി വിൽക്കേണ്ട ഒരു ആവശ്യം അതിന് കൂട്ടുകൂടുകയോ ചെയ്യാനുള്ള സാധ്യത വിരളമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഈ കേസിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ തൻ്റെ പൂജാരി, തൻ്റെ അസിസ്റ്റൻ്റായിട്ട് കൊണ്ടുവന്നു. അതിലൊന്നും ഒരു കുറ്റം പറയാനൊക്കില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചില ആൾക്കാരും കൂടി ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് ആരുടെ അനുവാദമാണ് അവർക്ക് ലഭിച്ചത്? അത് തീർച്ചയായിട്ടും തന്ത്രിയുടെ അനുവാദം ലഭിച്ചാൽ അവിടുന്ന് കടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. കാരണം അത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ആ ദേവസ്വം ബോർഡ് മെമ്പേഴ്സും ദേവസ്വം ബോർഡ് അംഗങ്ങളും അത് തന്നെയല്ല ദേവസ്വം ബോർഡിലുള്ള സ്റ്റാഫും അറിയാതെ ഒന്നും തന്ത്രിക്ക് അവിടെ ചെയ്യാനൊക്കില്ല. പൂജ നടത്തി ശ്രീകോവിൽ പൂട്ടിപ്പോകാം എന്ന് മാത്രമേ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. 1951 ക്ഷേത്രം പുനർനിർമ്മിച്ചപ്പോൾ ശ്രീകോവിലും 18-ാം പടിയും കരിങ്കല്ലായിരുന്നു. പിന്നീടാണ് അതിൽ ചെമ്പുപാളികൾ പൊതിഞ്ഞ് സ്വർണം ആഡംബരമായി സ്വർണം പൊതിയാൻ തുടങ്ങിയത്. ഇതിൽ ആചാരങ്ങളൊന്നുമില്ല. അങ്ങനെ സ്വർണം പൊതിയുന്നതിലൊന്നും ആചാരമോ അങ്ങനത്തെ ചടങ്ങുകളൊന്നും ശബരിമലയിലില്ല. അതങ്ങ് പൊതിയുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഈ തന്ത്രിക്ക് ഒരു റോളുമില്ല. പക്ഷേ തന്ത്രിക്ക് ഇപ്പം സബ് ജയിലിൽ ചെന്ന ശേഷം മെഡിക്കൽ പരിശോധന നടത്തിയിട്ടാണ് കൊണ്ടുപോയെങ്കിലും രാത്രി അദ്ദേഹത്തിന് സമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻ ഉണ്ടായി. അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. അദ്ദേഹത്തിന് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇപ്പോൾ ICUവിലാണ് തന്ത്രി കിടക്കുന്നത്. ഹൈന്ദവ സംഘടനകളൊന്നും ഇതേപ്പറ്റി ഇതുവരെ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ അവർ പറയണത് രാഷ്ട്രീയപരമായി തന്ത്രിയോട് ചെയ്ത ഒരു പകപോക്കലാണ് എന്നാണ് അവർ പറയുന്നത്. കാരണം യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നതിന് തന്ത്രി എതിരായിരുന്നു. അവരുടെ ശബരിമലയിലെ അവർ പ്രവേശിച്ച ശേഷം അവിടെ
ശുദ്ധിക്രിയകൾ നടത്തി തന്ത്രിയോട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനും അന്നുള്ള ഗവൺമെൻറ്റിന് ഇടതുപക്ഷത്തിനും അതിയായ എതിർപ്പുണ്ട് എന്നാണ്, അതിനൊരു വൈരാഗ്യം തീർത്തതാണ് എന്നാണ് ഹൈന്ദവ സംഘടനകളൊക്കെ പറയുന്നത്. ഏതായാലും പന്തളം കൊട്ടാരമോ അല്ലെങ്കിൽ താഴമം കുടുംബമോ ഹൈന്ദവ സംഘടനകളോ ഒന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഹൈന്ദവ സംഘടനകളുടെ ഭാരവാഹികളെ ചെങ്ങന്നൂർ തന്ത്രിയുടെ വീടുകളിൽ ഒക്കെ ഇന്നലെ രാത്രിയിലൊക്കെ പോയിരുന്നു, ഇന്ന് രാവിലെയും പോയിരുന്നു. ഇപ്പോൾ SITയുടെ USPയുടെ നേതൃത്വത്തിൽ അവിടെ റെയ്ഡ് നടക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം 8 പേര് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്നു. അവർക്ക് ആവശ്യമായ പോലീസ് പ്രൊട്ടക്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും റെയ്ഡ് നടക്കുന്ന സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്ന പലരെയും പുറത്താക്കി. പക്ഷേ കണ്ഠരർ രാജീവരുടെ മരുമകൾ അഡ്വക്കേറ്റായ ഒരു പെൺകുട്ടി, അവരെ പുറത്താക്കി. പക്ഷേ പിന്നീട് പോലീസിന് പുനർചിന്തനം വന്നുകൊണ്ടായിരിക്കാം അവരെ തിരിച്ചു കയറ്റി. ഒരു വീട്ടിലെ പോലീസ് റെയ്ഡ് നടത്തുമ്പം കൃത്യമായ വീട്ടുടമസ്ഥനും 2 സാക്ഷികളും അവിടെ വേണം. ബന്ധുക്കളും ഭാര്യയും മക്കളും ഒക്കെ അവരെ പുറത്താക്കാൻ പാടില്ല. അവരുടെ സാന്നിധ്യത്തിൽ തന്നെ വേണം റെയ്ഡ് നടത്താൻ. അതുകൊണ്ട് ആ വക്കീലായ മരുമകളെ പുറത്താക്കിയത് ശരിയായില്ല. എന്തായാലും പോലീസിന് അത് മനസ്സിലായതുകൊണ്ടായിരിക്കും അവരെ പിന്നീട് ആ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്നാണ് വരുന്ന വാർത്തകൾ. എന്തായാലും ഈ കേസിനകത്ത് കൃത്യമായി തന്ത്രി അതിനകത്ത് പണം അടിച്ചു. പണം ശബരിമലയിലെ പണം അടച്ചതിനല്ല, ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ വിറ്റ അതിൻ്റെ പണം ലഭിച്ചോ ഇല്ലയോ എന്നുള്ളത് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ കുറ്റക്കാരനാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കണ്ടെത്തലുകളുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അത് വാദഗതി 11-ാം തീയതി നടത്തുമ്പം SITയുടെ പ്രോസിക്യൂട്ടർ അത് പറയും എന്ന് കരുതുന്നു. അതേസമയത്ത് 13-ാം തീയതി വാദഗതികൾ തന്ത്രിയുടെ വക്കീല് ഇപ്പം ചില പത്രക്കാരെടുത്ത് പറഞ്ഞത് ഇന്ത്യൻ പീനൽ കോഡിൽ കുറ്റകരമായി ഒന്നും അതിൻ്റെ അകത്ത് പറഞ്ഞില്ല, ആചാര ലംഘനം നടത്തി എന്ന് മാത്രമൊക്കെ ഉള്ളൂ. അത് തീർച്ചയായിട്ടും ജാമ്യം കിട്ടാനുള്ള എളുപ്പ വഴിയാണ് തന്ത്രിക്ക്. കാരണം 13-ാം തീയതി തന്നെ അദ്ദേഹത്തിൻ്റെ ജാമ്യ അപേക്ഷ പരിഗണിക്കും. അപ്പോഴാണ് ആ വാദഗതികളൊക്കെ പറയുന്നത് എന്ന് കരുതുന്നു. എങ്കിലും അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം ICUവിലാണ് അദ്ദേഹം കഴിയുന്നത്. ശാരീരിക അസ്വസ്ഥയും വേരിയേഷൻസും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് വരുന്ന വാർത്തകൾ. തന്ത്രിക്ക് ഇതിനകത്ത് പങ്കില്ല എന്ന് പല പ്രാവശ്യം അദ്ദേഹം പത്രക്കാരുടെ അടുത്തൊക്കെ പറയുന്നത് കേട്ടു. എങ്കിലും അദ്ദേഹത്തിന് നല്ല വരുമാനം ശബരിമലയിൽ നിന്നുണ്ട്. ശമ്പളമായിട്ടും അവിടുത്തെ ഭക്തജനങ്ങൾ കൊടുക്കുന്നതും പല അമ്പലങ്ങളിലെ ദക്ഷിണേന്ത്യയിൽ പോകുന്ന സമയത്തിലൊക്കെ ധാരാളം വരുമാനം അദ്ദേഹത്തിനുണ്ട്. ഇവിടുത്തെ സ്വർണത്തിൻ്റെ പങ്ക് അദ്ദേഹം പറ്റിയിട്ടുണ്ടോ, ആ ഉണ്ണികൃഷ്ണൻ പോറ്റി സംഘവും അവരുടെ കയ്യിൽ വന്നു ചേർന്ന സ്വർണത്തിൻ്റെ പണത്തിൻ്റെ വിഹിതം പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്.